ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരു 2 മാസം മുൻപ് കട ഫാമിലിയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പം നേരവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ലോങ് വീഡിയോ ഒക്കെ ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടേ ഞങ്ങളുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഞങ്ങൾ കടലുണ്ടി ഡാം പുഴക്കില്ലേ അവിടേക്ക്, പിന്നെ ചാലിയാർ ബീച്ച് ഒക്കെ കൂടിയിട്ട് ഒക്കെ കണ്ടില്ലേ കടലുണ്ടി, അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പോവല്ലേ എന്ന് കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് ഉച്ചക്കലേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കി. പിന്നെ വേറൊരു കൂട്ടർ ബീഫ് കറിയും പിന്നെ അച്ചാറെടുത്താണ്. അച്ചാറും സലാഡൊക്കെ ഞാൻ തന്നെ എടുത്തത്. ഞാൻ നെയ്ച്ചോറുണ്ടാക്കി. കുറച്ച് കൂടിപ്പോയി അന്ന്, അളവറിയാണ്ട് എത്ര പേരുണ്ടാവും എന്താണെന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ എത്തുമ്പോൾ ഒരു 12:30-1 മണിയായിരിക്കണം. അവിടുന്ന് പോകുമ്പോഴതന്നെ ഒരു 11 മണിയായി. പിന്നെ അങ്ങനെ നേരെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. കണ്ടില്ലേ അവിടെ അടുത്ത് തന്നെ ബീച്ചിൻ്റെ ഒക്കെ അവിടെ ഒരു ബോട്ടിങ്ങാണ് കേട്ടോ. അധികം കടലുണ്ടിയിൽ ബോട്ടിങ്ങാണ്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ നിർത്തിയില്ല തന്നെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് നേരെ അവരെ ബോട്ടിൽ ഞങ്ങളെ കയറ്റി ഒരു മണിക്കൂർ നേരം കറക്കാൻ. 1 മണിക്കൂർ നേരത്തിന് കറക്കാൻ എത്ര 1000 രൂപയോ തോന്നണം. ഇത്രയും പേരും ഉണ്ടല്ലോ. എല്ലാവരും കൊണ്ടുപോയി കാണിച്ചു തന്നു കേട്ടോ. നല്ലൊരു വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമുക്ക് ഒരുപാട് ടെൻഷനുകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളുടെ ഫാമിലിയായിട്ടൊന്ന് പുറത്ത് പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ. പിന്നെ ഇപ്പോൾ വന്നിട്ടും പിന്നെ പോകാനും ആയിണ്ടായിരുന്നു. അപ്പം അന്ന് പുറത്ത് പോകല്ലേ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് നല്ലത് നമ്മളുടെ കൂടെ ഫ്രണ്ട്സുകളും കൂടിയിട്ട് ഉണ്ടാകുമ്പോൾ, ഫ്രണ്ട്സോ നമ്മളെ കസിൻസോ ഒക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്കതൊരു സന്തോഷമായിട്ട് തോന്നുക. അപ്പോൾ പിന്നെ അങ്ങനെ പോയി. നല്ലൊരു അടിപൊളി സ്ഥലം പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. നമ്മളുടെ മനസ്സ് തന്നെ നിറയും നമുക്കത് കണ്ടാൽ. ഞങ്ങളിതിൽ കയറിയിരിക്കുമ്പോൾ ഒരു 2 മണിയായിരിക്കണം. അങ്ങനെ ഞങ്ങളിങ്ങനെ ബോട്ടിൽ വരുമ്പോണ്ട് വേറൊരു ബോട്ടിൽ ഇങ്ങനെ കടക്കായിട്ട് നല്ല ഭംഗി തോന്നിയിട്ട് അങ്ങനെ മക്കൾക്ക് കല്ലുമ്മക്കായ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് നീക്കി നിർത്തി കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ട് കഴിച്ചു. അത് നല്ല ചൂട്ടോടുള്ളത്. അങ്ങനെ 25 രൂപയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിലൊരു കട നടത്തണ കാരണം കൊണ്ട് അവർക്കൊരു കച്ചവടമായി. കണ്ടില്ലേ ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ നിർത്തി ഒരു ഫോട്ടോസ് എടുക്കാനും എല്ലാവരും മക്കളൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞങ്ങൾ 3 പേരുണ്ട്. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ അടുത്ത് തന്നെ ഒരു ചാലിയാർ ബീച്ച് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് എല്ലാവരും കൂടിയിട്ടൊരു 3:30-4 മണിയായിരിക്കണം അങ്ങോട്ട് പോയി. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് വെച്ചാൽ ഒരു മാർച്ചിലല്ലേ, ഏപ്രിലാണ്. നല്ല ചൂടുമുണ്ട്. ചൂടും സഹിക്കണില്ല. അപ്പോൾ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടാ ചാലിയാർ ബീച്ചിലേക്ക്. അപ്പോൾ പാർക്കിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്ത് പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ ബീച്ചിലേക്ക് പോകാൻ. വെയിലിൻ്റെ ശക്തി ഭയങ്കരമല്ലായിരുന്നു ഇപ്രാവശ്യം. മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ നല്ല ചൂടല്ലായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ നേരെ പാർക്കിലേക്ക് പോയി. അതിൻ്റെ കവാടമാണ് ആ കാണുന്നത്, ചാലിയാർ ബീച്ചിൻ്റെ
ആ സൈഡിൽ കൂടെ തന്നെയാണ് പാർക്കിങ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് എന്നിട്ടൊന്ന് ഫ്രഷായതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ കേട്ടോ. ഒരു 5-5:30 കൂടിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കുറച്ചൊന്നാണ്ട് നടന്ന് പോകണം കേട്ടോ. അപ്പോൾ നടന്ന് പോയാൽ ഒരു ബീച്ച് സൈഡ് നല്ല വ്യൂ പോയിൻ്റൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകളും, ആ ഷോപ്പുകൾ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഫുള്ള് ഓല മേഞ്ഞിട്ടും എന്താ വൈക്കോല് പോലൊക്കെ ഉള്ള അതായിട്ട് മേഞ്ഞിട്ടുള്ള ഷോപ്പുകളാണ്. അപ്പോൾ മക്കളൊക്കെ ഓരോന്നായിട്ട് വെറൈറ്റികൾ അവിടെ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ആംപ്ലേറ്റ് മതി. നമ്മൾ എത്ര വീട്ടിലുണ്ടാക്കി കഴിച്ചാലും നമുക്ക് അതൊരു ടേസ്റ്റല്ലേ. അപ്പോൾ ആംപ്ലേറ്റും ചായയും കൂടിയിട്ട് അത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നീങ്ങിയപ്പോൾ ബീച്ചിൻ്റെ അടുത്തേക്ക് 5 മണിയൊക്കെ ആയപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവരെ 3 കൂടി വീഡിയോസ് എടുക്കുന്നത്. അവിടെ നിന്ന് തള്ളിയാൽ മതി. ഇവിടെ നിന്നാണ്ട് ഞങ്ങളുടെ അങ്ങനത്തെ ഒരു വീഡിയോസ് എടുത്തിട്ടാണ് അസൂനി അതിന്റെ മേലെ അങ്ങനെ ഉള്ള പോലെ തോന്നുന്നു നമുക്ക്. വെള്ളം കിട്ടുക എന്നുള്ളത് ബീച്ചിൽ തന്നെയല്ലേ. മോളുടെ പാൻറ് നന്നായി മടക്കി വെച്ചിട്ട് മോളൊക്കെ മടക്കി വെച്ച് ആരെയും കിട്ടാൻ What's wrong? Oh no! Oh! Hi, നല്ല രസമുണ്ട് കണ്ണ്. Okay. പിന്നെ മക്കളങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടേക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് കണ്ടു കേട്ടോ. നല്ല ഈവനിങ്ങിൽ വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അവിടെ പോയാൽ കടലുണ്ടി പോയാൽ മസ്റ്റായിട്ട് ഇതൊക്കെ അങ്ങനെ പോയാൽ നമുക്ക് അടിപൊളിയാണ്. കാണാൻ അത്യാവശ്യമുണ്ട്. ബീച്ചാണ്, പക്ഷെ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും കൂടി ഒരു ഭംഗി തോന്നുന്നില്ല. കുട്ടികളായാലത് അവർക്ക് നല്ലൊരു കളിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. ബീച്ചിൻ്റെ സൈഡിൽ ഞങ്ങൾ പിന്നീട് ഏകദേശം ഒരു 6:30 തിരിച്ചിട്ടാണ്. ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള കാരണം തോന്നുന്നു ആ നേരത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് അങ്ങനെ വഴി. പിന്നെ അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 7 മണിയോട് കൂടിയിട്ട് തിരിച്ചു വിട്ടാണ്. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് കാണുക. കണ്ടാലൊന്ന് ലൈക്കും ഒന്ന് ഷെയറും സബ്ബൊക്കെ ചെയ്യണം കേട്ടോ. വ്യൂസൊക്കെ കുറവാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എഡിറ്റ് ചെയ്തിട്ട് എനിക്കറിയുന്ന മാതിരി എഡിറ്റ് ചെയ്തിട്ടാണ് ഞാനിടുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ തിരൂർ സൂഫി മന്തി എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു സ്പെഷ്യൽ മന്തിയുടെ ഷോപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചക്ക് നെയ്ച്ചോറാണ് കഴിച്ചത്. അപ്പോൾ പിന്നെ ചോറിനോടൊന്നും ആർക്കും താല്പര്യമില്ല. പിന്നെ മക്കളെ ഇഷ്ടമല്ലേ എന്ന് കരുതിയിട്ട് അവിടുത്തെ സ്പെഷ്യൽ മന്തി കഴിച്ചു. സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല, വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാം ഒരുപോലെ തന്നെ. എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും തോന്നിയില്ല. പൈസക്ക് കുറച്ച് ഇത് തോന്നിയെന്ന് മാത്രം, വ്യത്യാസമുണ്ടെന്ന് മാത്രം, കൂടുതലാണ്. അപ്പോൾ പെരി പെരിയാണ് എല്ലാവരും വാങ്ങിച്ചത്. അപ്പം പിന്നെ അതും കാത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും പിന്നെ വിശക്കൽ തുടങ്ങി. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ചിലവർ മയോനൈസൊക്കെ കഴിക്കൽ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.